അക്ഷരനഗരിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുകയാണ്. സിറ്റിംഗ് MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന് വേണ്ടി രംഗത്ത് വീണ്ടും വോട്ട് തേടി ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ LDFന് വേണ്ടി അഡ്വക്കേറ്റ് K അനിൽകുമാറും NDAക്ക് വേണ്ടി P അനിൽകുമാറുമാണ് മത്സരിക്കുന്നത്. 2011 മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. അത് തുടർച്ചയായി 3 തവണ ഹാട്രിക് നേടിയാണ് അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായ ശേഷം അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വന്നതിന് ശേഷമാണ് അവിടെ വലിയൊരു വികസനം കോട്ടയം നേരിട്ട് കണ്ടു തുടങ്ങിയത്. അതായത് അവിടെ വളരെ ചെറിയ റോഡുകൾ, അങ്ങനെ പല നീങ്ങുന്ന റോഡുകളെല്ലാം വികസിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം വീതി കുറവുള്ള ഒരു സ്ഥലമാണ്. നഗരത്തിലോട്ട് എത്തിയാലും വീതി കുറവാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിലും റോഡിൻ്റെ വികസനം അദ്ദേഹം വന്നതിന് ശേഷം വളരെയധികം വികസനമാണ് ഉണ്ടായത്. ബൈപ്പാസ് റോഡുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആകാശപാത 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ആകാശപാത വരുന്നത്. വലിയൊരു വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് കോട്ടയം മണ്ഡലത്തിൽ വരുന്നത്. ഈ ആകാശപാത വന്നതിന് ശേഷമാണ് അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിനെതിരെ അദ്ദേഹം പറയുന്ന ഒരു മറുപടികൾ കൂടിയുണ്ട്. അതായത് LDF സർക്കാർ വന്നതിന് ശേഷം പ്രതിപക്ഷ MLAമാർ പ്രതികരിക്കുന്ന മണ്ഡലങ്ങളിൽ വികസനങ്ങൾ എത്തിയിട്ടില്ല. അതായത് കിഫ്ബി പോലുള്ള ഇതിൽ നിന്നും കോടികൾ ഒഴുക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ MLAമാർക്ക് ഈ ഫണ്ടുകൾ അനുവദിച്ചു നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോകുന്നു. അതുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ഈ മണ്ഡലത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇവരോടൊപ്പം മത്സരത്തിൽ അതായത് BDJSന്റെ സ്ഥാനാർത്ഥിയാണ് P അനിൽകുമാർ മത്സരിക്കുന്നത്. BDJSന് ശക്തമായ സാന്നിധ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് മറിയുമെന്നുള്ളതും ഉള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വളരെ 1% വോട്ട് ശതമാനത്തിലാണ് അന്ന് VN വാസവനെ തോൽപ്പിച്ച് അദ്ദേഹം MLA ആയി മണ്ഡലത്തിൽ എത്തുന്നത്. അതിനുശേഷം 11 ശേഷം 16 അദ്ദേഹം അതിൻ്റെ വോട്ട് വിഹിത ശതമാനം ഉയർത്തുകയാണ്. 57%. തുടർന്ന് 2016 നോക്കുമ്പോൾ അത് 53%. എന്തായാലും വലിയൊരു വോട്ട് വിഹിത ശതമാനത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സിറ്റിംഗ് MLA ആയി തിരുവഞ്ചൂർ തുടരുമെന്ന് ഒരു ഭാഗം പറയുമെങ്കിലും അതേസമയം പ്രതിപക്ഷം ഇദ്ദേഹത്തിൻ്റെ ഈ ആകാശപാത ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനം മുന്നോട്ട് എത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷവും LDFും എല്ലാം ഇദ്ദേഹത്തിനെതിരെ പ്രചരണം ചൂട് ഉയർത്തുന്നുണ്ട്. UDF സർക്കാർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 7 മാസത്തിനുള്ളിൽ, അതായത് ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ആകാശപാത പൂർത്തീകരിക്കും. തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആകാശപാത. ഈ ആകാശപാതയുടെ മുകളിൽ നിന്ന് കോട്ടയം ജില്ലയിലെ ഓരോ വ്യക്തികൾക്കും കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമെന്ന് പറയാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.